അടുത്തതോ ആമേൻ ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ് നിങ്ങളോ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്ക് ഹല്ലേലൂയ. അടുത്തത് അത് വായിച്ചോ. അവരിൽ വേരൂന്നി ആത്മീയ വർധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ച സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പി. അവിടെ ആ വായിക്കുന്ന 6-ാം വാക്യം മുതൽ 7-ാം വാക്യത്തിന്റെ അവസാനം വരെയും യേശുവിനെ പിൻപറ്റിയിരിക്കുന്നതിനെ കുറിച്ച്, യേശുവിനോട് പറ്റിയിരിക്കുന്നതിനെ കുറിച്ച്, യേശുവിനോട് ചേർന്നിരിക്കുന്നതിനെ കുറിച്ച് അവൻ പൗലോസ് ആധികാരികമായി പറയുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അവനിൽ വേരൂന്നി ആമേൻ ഹല്ലേലൂയ ആത്മീയ വർധന പ്രാപിച്ച് ഹല്ലേലൂയ. അപ്പോൾ ആത്മീയ വർധന പ്രാപിക്കണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം? ഹല്ലേലൂയ. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ സ്നാനപ്പെട്ടു, ഒരിക്കൽ യേശുവിന്റെ മകനായി മാറി. ആമേൻ. അതിനുശേഷം നമുക്ക് കൂട്ടായ്മകളില്ല, അതിനുശേഷം നമ്മൾ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളില്ല, അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഉപവാസങ്ങളില്ല. ആമേൻ ഹല്ലേലൂയ. അങ്ങനെ ഇരുന്നാൽ നമ്മുടെ ആത്മീയ വർധനവ് നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നമ്മളിലേക്ക് കൈമാറിയിരിക്കുന്ന ചില ഗിഫ്റ്റുകളെ അത് വർദ്ധിപ്പിച്ചെടുക്കണമെങ്കിൽ ആമേൻ തമ്പുരാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആലോചന പൗലോസിന് കൊടുക്കുകയാണ്. ആമേൻ നിങ്ങൾ എന്നിൽ വേരൂന്നിരിപ്പീൻ. ആമേൻ നിങ്ങൾ എന്റെ കൂട്ടായ്മയിലിരിപ്പീൻ. ആമേൻ ഹല്ലേലൂയ നിങ്ങൾ എന്നിൽ ചേർന്നിരിപ്പീൻ. എന്തിനെന്ന് ചോദിച്ചാൽ ആമേൻ ഹല്ലേലൂയ ഒരാത്മീയ വളർച്ച പ്രാപിക്കേണ്ടതിന് എന്നും നിങ്ങൾ ഹല്ലേലൂയ ഒരുപോലെ ഇരിക്കുവാനല്ല, എന്നും നിങ്ങൾ പാൽ കുടിച്ചിരിക്കാനല്ല, എന്നും നിങ്ങൾ ഹല്ലേലൂയ ആമേൻ ഇങ്ങനെ ഇരിക്കാനല്ല. ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിനോട് ഇടപെട്ടുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളർച്ച ആവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാൽ കുടിച്ചിരിക്കാനല്ല, നിങ്ങൾ ഇനി കട്ടിയുള്ള ആഹാരം കഴിക്കേണ്ടത് സമയങ്ങൾ അടുത്തു വരികയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഈ കൂട്ടായ്മകളിലേക്ക് നമ്മൾ കടന്നു വരുന്നത് എന്തിനാണ്? ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, ഒരു ആത്മീയ കാഴ്ചപ്പാടുകൾക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നമ്മൾ ഒരുമിച്ച് ആമേൻ കൂട്ടായ്മകളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ആമേൻ ദൈവത്തിന്റെ ചില ഗിഫ്റ്റുകളെ നമ്മുടെ മേൽ കൈമാറത്തുള്ളൂ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു കൂട്ടായ്മയ്ക്കകത്തങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ചില ആമേൻ ഹല്ലേലൂയ കൈമാറ്റങ്ങൾ, ദൈവത്തിന്റെ ചില പരിശുദ്ധാത്മാവിന്റെ കൈമാറ്റങ്ങൾ നമ്മുടെ മേൽ വീഴത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ചില കൃപാവരങ്ങൾ നമ്മുടെ മേൽ കൈമാറത്തുള്ളൂ. ദൈവത്തിന്റെ ചില വെളിപ്പാടുകൾ നമ്മുടെ മേൽ കൈമാറത്തുള്ളൂ. ഇത് രാത്രികാലം ആമേൻ ഹല്ലേലൂയ. അതിനാണ് കർത്താവ് അവൻ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കൂടിവരവുകളെ, ഇങ്ങനെയായിരിക്കുന്ന കൂട്ടായ്മകളെ സ്വർഗ്ഗം ഈ ഭൂമിയിൽ തന്നിരിക്കുന്നത്. അതിനാണ് ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്. അവൻ ചില കൂട്ടായ്മയിലേക്ക്, ചില കൂട്ടായ്മകൾ ഉളവാക്കുക. അവൻ എന്തിനാണെന്ന് ചോദിച്ചാൽ അവനെ അറിയുന്ന, അവനോട് അത് ചേർന്നിരിക്കുന്നവരുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ ഹല്ലേലൂയ. രാത്രികാലം ആമേൻ നമുക്കൊരു ആത്മീയ വളർച്ച ആവശ്യമാണ്, നമുക്കൊരു ആത്മീയ ഹല്ലേലൂയ ഉയർച്ച ആവശ്യമാണ്. ആമേൻ ഹല്ലേലൂയ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ആത്മീയ വളർച്ച നമുക്കുണ്ടെങ്കിൽ മാത്രമേ ചില പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. അവൻ ചില വെല്ലുവിളികളുടെ നടുവിൽ അവൻ നിനക്ക് പതറാതെ നിൽക്കാൻ കഴിയത്തുള്ളൂ. അവൻ ഹല്ലേലൂയ ചില ആഭിചാര ശക്തികളുടെ നടുവിൽ അവൻ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ആത്മീയ വളർച്ച ആവശ്യമാണ്.
പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ക്രിസ്തു അവൻ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അല്ല, അവന്റെ കൂട്ടായ്മയിലും എനിക്കൊന്ന് നടക്കണം. അവൻ ഹല്ലേലൂയ, അവനിൽ എനിക്കൊന്ന് വേരൂന്നി നിൽക്കണം. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് അവൻ ക്രിസ്തുവിൽ വേരൂന്നി നിന്നതുകൊണ്ടാണ് ഹല്ലേലൂയ ഒരിക്കൽ പൗലോസിനോട് അവൻ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ഫിലിപ്പോസിന്റെ ഭവനത്തിൽ വെച്ച് പൗലോസിനോട് ഹല്ലേലൂയ ഒരു മനുഷ്യൻ ദൂത് വിളിച്ചു പറയുകയാണ്, ആമേൻ, നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ ഇല്ലാതാക്കി കളയുവാൻ രാജാക്കന്മാരും നേതാക്കന്മാരും നിനക്കെതിരെ എഴുന്നേറ്റിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നിന്റെ ആമേൻ ഈ ഹല്ലേലൂയ ഉത്തിരിയും ഉണ്ടല്ലോ, നീ പുതച്ചിരിക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, ഈ പുതപ്പ് ആ മനുഷ്യനെടുത്ത് കെട്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നിന്നെ ആമേൻ കൈകാലുകൾ കെട്ടി ആമേൻ നിന്നെ ആമേൻ ഹല്ലേലൂയ തകർത്ത് കളയുവാൻ ആമേൻ രാജാക്കന്മാർ പദ്ധതി ഇടുന്നുണ്ട് എന്ന് ആമേൻ പ്രവാചകൻ ദൂത് വിളിച്ചു പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ, ഞാൻ രക്തസാക്ഷിയാകുവാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതൊന്നും എനിക്കൊരു വിഷയമല്ല, ഇതൊന്നും എനിക്കൊരു ഭാരമല്ല. കാരണം ഞാൻ ക്രിസ്തുവിൽ വേരൂന്നി നിൽക്കുകയാണ്. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഏത് പ്രതികൂല കാറ്റുകൾ നിന്റെ നേരെ അടിക്കട്ടെ, ഏത് പ്രതിസന്ധികൾ നിന്റെ നേരെ വെല്ലുവിളിച്ചു വരട്ടെ, അവൻ ആഘോഷിച്ചു വരട്ടെ, അവൻ ഹല്ലേലൂയ നീ കർത്താവിന്റെ കൂട്ടായ്മയിൽ നിൽക്കുന്നെങ്കിൽ, അവൻ നീ യേശുവിൽ വേരൂന്നി നിൽക്കുന്നെങ്കിൽ, നീ പറയും, അവൻ ഏത് പ്രതികൂല ശക്തിയോ എന്റെ നേരെ വെല്ലുവിളിക്കട്ടെ, ആഘോഷിച്ചു വരട്ടെ, ഞാൻ ഭയപ്പെടുത്തുന്ന ഭാരമോ ഞാൻ യേശുവിൽ വേരൂന്നി നിൽക്കുകയാണ്. ഹല്ലേലൂയ. രാത്രികാലം യേശുവിൽ നമ്മൾ വേരൂന്നിയാൽ മാത്രമേ ഹല്ലേലൂയ നമ്മൾ ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഹല്ലേലൂയ ആത്മീയ ജീവിതത്തിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഉറച്ചു നിൽക്കണമെങ്കിൽ യേശുവിൽ വേരൂന്നണം. ഇല്ലെങ്കിൽ നിന്റെ നേരെ അടിക്കുന്ന ഈശാന മൂലം വരുമ്പോൾ അവൻ നീ തകർന്നു പോകാനിടയായി തീരും. അവൻ നിന്നെ അത് പിടിതെറിഞ്ഞു കളയുവാനിടയായി തീരും. അവൻ നിന്നെ അത് ഇല്ലാതാക്കി കളയാനിടയായി തീരും. അവൻ ഹല്ലേലൂയ യേശുവിൽ ഹല്ലേലൂയ വേരൂന്നിയെങ്കിൽ അവൻ ഹല്ലേലൂയ കാറ്റിനെ ശാന്തമാക്കുവാൻ കഴിവുള്ളവൻ, അവൻ കടലിന്റെ കോപത്തെ ശാന്തമാക്കാൻ കഴിവുള്ളവൻ, അവൻ ഹല്ലേലൂയ കാറ്റിനെ ഹല്ലേലൂയ തന്നെ ദൂതന്മാരാക്കി മാറ്റിയ അവൻ മാറ്റുവാൻ കഴിവുള്ളവനായ കർത്താവിൽ നീ വേരൂന്നി നിൽക്കുന്നെങ്കിൽ ഇതൊന്നും നിനക്കൊരു പ്രശ്നമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അടുത്തത് 8-ാം വാക്യം വായിച്ചു. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിക്കാൻ സൂക്ഷിക്കുന്നു. അത് മനുഷ്യരുടെ സമ്പ്രദായം ഒത്തവണ്ണം ലോകത്തിന്റെ പാഠങ്ങൾ ഒത്തവണ്ണം ക്രിസ്തുവിനെ ഉള്ളതല്ല. തത്വാധ്വാനങ്ങൾ പറഞ്ഞ് ആമേൻ നമ്മളെ വശീകരിക്കുവാൻ, ഹല്ലേലൂയ നമ്മളെ യേശുവിൽ നിന്ന് അകറ്റിക്കളയുവാൻ, അവന്റെ പേര് ഹല്ലേലൂയ ഊന്നി നിൽക്കുന്ന നമ്മളെ അവൻ പിഴുതുകളയുവാൻ അവൻ തത്വജ്ഞാനങ്ങൾ പറഞ്ഞ്, വേദവാക്കുകൾ പറഞ്ഞ്, പൊള്ളവാക്കുകൾ പറഞ്ഞ് അവൻ നമ്മളെ തകർത്ത് കളയുവാൻ അവൻ ഒരു ദുഷ്ടൻ പിന്നിൽ ഉണ്ടാവുന്ന കാര്യം മറന്നു പോകാതെ ഇന്ന് രാത്രിക്കാലം അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. അവൻ അതൊന്നും അവന്റെ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ്, ആ ഹല്ലേലൂയ കണ്ണിക ഇങ്ങനെ പറയുന്നത്, ക്രിസ്തുവിൽ നിന്ന് അവൻ ഒത്തവണ്ണമുള്ളതല്ല ഇതൊന്നും, ഇതൊക്കെ പൈശാചിക ശക്തികൾ കൊണ്ടുവരുന്നതാണ്. അവൻ ഹല്ലേലൂയ നിന്നെ സുഖിപ്പിക്കുന്ന ഞാൻ വാക്കുകളൊക്കെ പറഞ്ഞ അവൻ ഹല്ലേലൂയ ആ കൂട്ടായ്മയിൽ നിന്നെ അവൻ പിന്തിരിപ്പിച്ച, അവൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ പിന്തിരിപ്പിച്ച, ആ വേരൂന്നിൽ നിന്ന് നിന്നെ പിന്തിരിപ്പിച്ച, അവൻ ഹല്ലേലൂയ അവൻ തന്നിരിക്കുന്ന നിത്യയുടെ അവകാശത്തെ നശിപ്പിച്ചു കളയാൻ അവൻ എഴുതിയിരിക്കുന്ന ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് വെട്ടിക്കളയുവാൻ ഒരു ശത്രു നിന്റെ പിറകിൽ വെല്ലുവിളിച്ചു നിൽക്കുന്ന കാര്യം നീ മറന്നു പോകാതിരിക്കാൻ ഇന്ന് രാത്രികാലം തമ്പുരാൻ വിളിച്ചു പറയുകയാണ്. തന്റെ അഭിഷേകത്തിൽ കൂടി
ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. രാത്രികാലം ആമേൻ യൂദയുടെ പുസ്തകത്തിലേക്ക് വരാം. യൂദയുടെ പുസ്തകത്തിലേക്ക് വരാം. ഹല്ലേലൂയ. അതിന്റെ 1-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തി. അവിടെ തന്റെ അപ്പോസ്തലനായിരിക്കുന്ന യൂദ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തുകയും. ഹല്ലേലൂയ. ആമേൻ. ജീസസ് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പൗലോസ് ആമേൻ ഹല്ലേലൂയ പൗലോസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവരെ രേഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ഹല്ലേലൂയ ആത്മീയ വർദ്ധന വരുത്തുകയും അവരിൽ ഹല്ലേലൂയ വേരൂന്നി നിങ്ങൾ ആത്മീയ വർദ്ധന വരുത്തുകയും. അപ്പോൾ നമുക്ക് ആത്മീയ വർദ്ധന ദിനം പ്രതി നമ്മൾ ചെയ്യണം, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ആത്മീയ വർദ്ധനവ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ആമേൻ ഹല്ലേലൂയ അത് വർദ്ധിച്ചു വരുമ്പോഴാണ് ആമേൻ നമ്മൾ ആത്മീയമായ ഓരോ നിലവാരത്തിലേക്ക് കയറി ചെല്ലുന്നത്. നമ്മൾ ഓരോ പടി കയറി ചെല്ലുന്നത് യേശുവിന്റെ നാമത്തിൽ ആത്മീയ വർദ്ധനവ് നമ്മുടെ അകത്തലങ്ങളിൽ ആമേൻ വർദ്ധിച്ചു വരുമ്പോഴാണ്. ആമേൻ ആത്മീയ വർദ്ധനവ് നമ്മുടെ അകത്തലങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോൾ വെളിപ്പാടിലേക്ക് നമ്മൾ കയറി പോകുവാനിടയായിത്തീരും. ആത്മീയ വർദ്ധനവ് നമ്മുടെ അകത്തലങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ പ്രവചിക്കുവാനിടയായിത്തീരും. ആത്മീയ വർദ്ധനവ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിലേക്ക് കയറി വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ നമ്മൾ യേശുവിന് വേണ്ടി എന്തും ആയിത്തീരുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അവനില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അവനിൽ നമ്മൾ വേരൂന്നി അവനിൽ തന്നെ നമ്മളായിരിക്കുവാനിടയായിത്തീരും. അതെ, അത് തന്നെയാണ് പൗലോസ് അല്ലെങ്കിൽ അത് തന്നെയാണ് ഹല്ലേലൂയ യൂദ അവൻ ഇവിടെ അവൻ 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയുന്നത്: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ ഹല്ലേലൂയ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അകത്തളങ്ങളിൽ തന്നിരിക്കുന്ന അതിവിശുദ്ധ, വിശുദ്ധമല്ല അതിവിശുദ്ധമായിരിക്കുന്ന ഹല്ലേലൂയ വിശുദ്ധമല്ല, അവിടെ പറയുകയാണ് വിശുദ്ധമല്ല അതിവിശുദ്ധമായിരിക്കുന്ന വിശ്വാസത്തെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഓ രക്തത്താൽ ജയമെടുക്കുകയാണ്, രക്തത്താൽ ജയമെടുക്കുകയാണ്. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർദ്ധന ആമേൻ ഹല്ലേലൂയ ആത്മീക ഹല്ലേലൂയ വർദ്ധന വരുത്തുകയും പരിശുദ്ധാത്മാവിൽ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആത്മീക വർദ്ധന അകത്തളങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ആമേൻ ഇടപെടൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത്. ആമേൻ. ആത്മീയ വർദ്ധന നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വർദ്ധിച്ചു വരുമ്പോൾ ആമേൻ മാനുഷ്യമായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അത് ആത്മാവിന്റെ പ്രാർത്ഥനയായി മാറും. ആമേൻ. ഹല്ലേലൂയ. ഭൗതികമായ ആത്മീയമായ അല്ലെങ്കിൽ ഭൗതികമായിരിക്കുന്ന ലോകപരമായിരിക്കുന്ന മേഖലകളിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ വർദ്ധന അധികമായി നമ്മുടെ ഹൃദയത്തിനകത്തളങ്ങൾ നിറഞ്ഞു വരുമ്പോൾ നമ്മൾ ഹല്ലേലൂയ അന്യഭാഷിക ദൈവത്തെ പ്രാർത്ഥിക്കുവാനിടയായിത്തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും? മാനുഷ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ. രണ്ട് പ്രാർത്ഥന എനിക്കുണ്ട്. ആമേൻ. ആത്മാവിന്റെ പ്രാർത്ഥന അത് വലിയ വിടുതലിലേക്ക് തന്നെ എത്തിക്കും. ആത്മാവിന്റെ പ്രാർത്ഥന ചില ആമേൻ അസാധ്യങ്ങളെ സാധ്യമാക്കിക്കൊണ്ടുവരും. ആമേൻ. ആത്മാവിന്റെ പ്രാർത്ഥന ആമേൻ ചില ബന്ധനങ്ങളെ അഴിച്ചു മാറ്റും. ആത്മാവിന്റെ പ്രാർത്ഥന ചില പകർച്ചകളെ ആമേൻ
അതുകൊണ്ടാണ് യൂദ പറയുന്നത്, ആത്മീയ വർധനയ്ക്കായി നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്ക് പരിശുദ്ധന്മാർ പ്രാർത്ഥിക്കും, നിത്യജീവനായുള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്നു. അവിടെ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിത്യതയ്ക്കായുള്ളതായ ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ വീണിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെടുത്തി കളയരുത്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആമേൻ, ഹല്ലേലൂയ. വീട് നഷ്ടപ്പെട്ടു പോകും. ആമേൻ, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നീ വാങ്ങുന്ന വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ആമേൻ, ഈ ഭൂമിയിൽ വാങ്ങുന്ന ഭൂമികൾ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നീ സമ്പാദിക്കുന്ന സകലതും നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ആമേൻ, നിന്റെ കയ്യിൽ നിന്ന് വിട്ടുമാറിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. എങ്കിൽ വിട്ടുമാറിപ്പോകാത്ത ഒരു കാര്യമുണ്ട്. ഒരു നിത്യയുടെ അവകാശത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വിട്ടുമാറിപ്പോകാതിരിപ്പോ ഇന്ന് രാത്രികാലം ആത്മാവ് നമ്മളെ ഉപദേശിക്കുകയാണ്. ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ഒരു പരിശുദ്ധാത്മാവിനെ അവൻ വർദ്ധനയ്ക്ക് വേണ്ടി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് ഇന്ന് രാത്രികാലത്തിലേക്ക് പറയാൻ കഴിയും. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊരു നിത്യതയാണ് ആവശ്യം. ഈ നിത്യതയിൽ ഞാൻ എത്തണമെങ്കിൽ ഹല്ലേലൂയ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ക്രിസ്തുയേശുവിനെ നിങ്ങളെ കൈക്കൊണ്ടതുപോലെ ഹല്ലേലൂയ അവന്റെ കൂട്ടായ്മയിൽ നടക്കാൻ. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ആവിൽ ക്രിസ്തുവിൽ നിങ്ങൾ വേരൂന്നി ആവിൽ നിങ്ങൾ ആയിരിപ്പീൻ. യേശുവിന്റെ നാമത്തിൽ എന്തിനാണ് ആവിൽ വേരൂന്നുന്നത്? എന്തിനാണ് കൂട്ടായ്മയിലേക്ക് പങ്കെടുക്കുന്നത്? ഹല്ലേലൂയ. എന്തിനാണ് ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്? എന്തിനാണ് വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്? അത് നഷ്ടപ്പെടാതിരിക്കാൻ, ആ തുറമുഖത്തിൽ എത്തിച്ചേരുവാൻ. യൂദ പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആത്മാവിലെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർദ്ധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ട് നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി ഹല്ലേലൂയ കാത്തിരുന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെയായി മാറണമെന്ന് തുറമുഖത്ത് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ എങ്ങനെ ആയിത്തീരണമെന്ന് ഇവിടെ വ്യക്തമായി ദൈവത്തിന്റെ വചനം നമ്മളോട് അവൻ അടിവരയിട്ട് പറയുകയാണ്. അതിനെന്തൊക്കെ നമ്മൾ ചെയ്യണം? ആമേൻ. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കി അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ തമ്പുരാൻ പറയുന്ന ഒരു നിത്യതയുടെ അവകാശം നിങ്ങൾ എത്തി. ആമേൻ, ഹല്ലേലൂയ. ആ തുറമുഖത്തേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ, ഹല്ലേലൂയ, ആ കവാടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സിംഹാസനത്തിലെ വാതിലിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ, ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് ആമേൻ എന്നോട് ചേർന്ന് ആമേൻ നിങ്ങൾക്കും ഇരിക്കാൻ, ഹല്ലേലൂയ, ഒരു നിത്യമായ രാജ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആമേൻ ഹല്ലേലൂയ സന്ദേശമാണ് ഇന്ന് രാത്രിക്കാലം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറന്നു പോകരുത്. അത് നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും
ഇവിടെ രണ്ട് ദൈവത്തിന്റെ അഭിഷക്തന്മാർ, ദൈവത്തിന്റെ ആത്മാവ് കൂടെ അവൻ നമ്മളോട് ദൂത് കൈമാറുന്നത് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അവൻ യൂദയുടെ ലേഖനത്തിൽ ഹല്ലേലൂയ 20-ാം വാക്യം ഒരിക്കൽ കൂടി വായിച്ചോ, നിർത്തി വായിച്ചോ. അവൻ നമ്മൾ എങ്ങനെയായി തീരണമെന്ന് ഇവിടെ വ്യക്തമായി അവൻ ഹല്ലേലൂയ അവിടെ അവൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒരിക്കൽ കൂടി വായിക്ക്, ഓർച്ച് വായിക്ക്. യേശുവിന്റെ നാമത്തിൽ എന്തിനാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ നമ്മൾ മുദ്രയിട്ടിരിക്കുന്നത്, നമ്മളെ കൈമാറിയിരിക്കുന്ന ഒരു നിത്യതയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ആമേൻ, ഹല്ലേലൂയ. അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളോട് ഹല്ലേലൂയ ആഹ്വാനം ചെയ്യുകയാണ്, നമ്മളെ ഹല്ലേലൂയ ഉറപ്പിക്കുകയാണ്. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തി. നിങ്ങൾക്ക് തന്നെ നമുക്ക് തന്നെ എന്ത് ചെയ്യണം? ആത്മീയ വർധന വരുത്തിക്കോണം. ഈ നാളുകളിൽ മറന്നു പോകല്ലേ, ഈ നാളുകളിൽ മറന്നു പോകല്ലേ. എന്തിനാണെന്ന് അറിയാമോ? അവൻ ഇവിടെ യൂദ ആത്മാവിൽ രേഖപ്പെടുത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഒരു നിത്യത നമുക്ക് തന്നിട്ടുണ്ട്. അവരൊരു നിത്യതയുടെ അവകാശം നമുക്ക് കൈമാറിയിട്ടുണ്ട്. അവൻ ആ കാൽവരിയുടെ കുലബലത്തിൽ അവസാനത്തുള്ളി രക്തവും ഊറ്റി തന്നിട്ട് അവൻ അന്ധകാര ശക്തിയുടെ കയ്യിലിരുന്നതിനെ അവൻ സ്വർഗം പിടിച്ചു മേടിച്ച് അവൻ ഹല്ലേലൂയ ആ നിത്യത അവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന മേഖലയെ തമ്പുരാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അവൻ നമ്മളിലേക്ക് കൈമാറിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് നഷ്ടപ്പെട്ടു പോകരുത്. അവൻ ഇത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അവൻ ഇത് നഷ്ടപ്പെടുത്തി കളയാൻ സാധ്യതയുണ്ട്. ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അവൻ ഇവിടെ ആധികാരികമായി നമ്മളോട് ദൂത് വിളിച്ചു പറയുകയാണ്. നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും. അടുത്തത് ഓ ജീസസ് ഹല്ലേലൂയ. അടുത്തത് പറയുകയാണ് പരിശുദ്ധാത്മാവിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൂട്ടം പറയുന്നു പരിശുദ്ധാത്മാവ് ഉണ്ടോ, ഒരു കൂട്ടം പറയുന്നു പരിശുദ്ധാത്മാവ് ഇല്ല, ഒരു കൂട്ടം പറയുന്നു പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്, ഒരു കൂട്ടം പറയുന്നു പരിശുദ്ധാത്മാവ് എന്താണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം യൂദ വ്യക്തമായി ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിക്കൊണ്ട് ആമേൻ നിത്യ അവകാശം നിങ്ങൾ കൈപ്പറ്റേണ്ടതില്ല, ആ നിത്യ അവകാശം നിങ്ങൾ എത്തിച്ചേരേണ്ടതില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ, പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ പ്രാർത്ഥിച്ചോണേ. ഇന്ന് രാത്രികാലം ആമേൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ പ്രാർത്ഥിക്കാം. ആമേൻ, ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. ആമേൻ, എന്റെ ആത്മീയ വർധനയ്ക്ക് വേണ്ടി, എന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഒരു നിത്യ അവകാശം എന്നിൽ നിന്ന് ശത്രു തകർന്നു കളയാതിരിക്കാൻ, എന്നിൽ നിന്ന് കൈമോശം വരാതിരിക്കാൻ എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറണം, എനിക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചു കയറണം. ഇത് രാത്രികാലം പ്രാർത്ഥിച്ചോളേ. അടുത്തത് നിത്യജീവനായിട്ട് കരുണയ്ക്കായി അടുത്ത വാക്യം പറയുന്നു ദൈവ സ്നേഹത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ പ്രാപിച്ചിട്ടും അകത്തളങ്ങളിൽ ദൈവ സ്നേഹമില്ലാതെ പോയാൽ യൂദ പറയുന്നു ഹല്ലേലൂയ, തുറമുഖത്തേക്ക് നീ എത്തിച്ചേരണമെങ്കിൽ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മ വേണം. നിനക്ക് ക്രിസ്തുവിനോട് വേരൊന്നിരിക്കുവാനിടയായി തീരണം.
അടുത്തത് വായിക്കുന്നതിന്റെ ആത്മീകമായിരിക്കുന്ന നിലവാരങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം. പോരാ, അടുത്തത് പറയുന്നു നീ ആത്മാവിൽ പ്രാർത്ഥിച്ചു കയറണം. അടുത്തത് പറയുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നീ ആയിരിക്കണം. ഇതെല്ലാം നമ്മൾ പ്രാപിച്ചാലും, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർത്തിയിരുത്തിയാലും അവനകത്തവന് സ്നേഹമില്ല എങ്കിൽ ഇതെല്ലാം നിഷ്ഫലമായി പോകും. ഹല്ലേലൂയ. ഇതെല്ലാം നിഷ്ഫലമായി പോകും. ഇന്ന് രാത്രികാലം യേശു നിന്നുകൊണ്ട് പറയുന്നു, ആമേൻ, നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ, നിന്നെ കുറ്റം പറയുന്നവരെ ഓർത്ത് നീ പ്രാർത്ഥിക്കണം. ആമേൻ, നിന്നെ തള്ളിക്കളയുന്നവരെ ഓർത്ത് നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. സ്നേഹമില്ല എങ്കിൽ ഇതൊന്നും ഇല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. തമ്പുരാനോട് ആമേൻ പരീശന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. പ്രമാണത്തിൽ ഏത് പ്രമാണമാണ് വലുതെന്ന് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറയുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. നീ നിന്റെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. അവനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അടുത്തത് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ. നീ നിന്നെ പോലെ ആമേൻ, ഹല്ലേലൂയ, നിന്നെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. നീ നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെയും നീ സ്നേഹിക്കണം. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഇത് രണ്ട് ആമേൻ ഒരേ നിലവാരത്തിൽ ഒരേ തലത്തിൽ നിൽക്കുന്ന കൽപ്പനകളാണ്. സ്നേഹമില്ല എന്ന് അത് യാതൊന്നുമില്ല. അവൻ സ്നേഹമില്ല എന്ന് ഇതെല്ലാം നീ പ്രാപിച്ചെങ്കിലും അവൻ നിന്റെ ഹൃദയം പൊള്ളയാണ്. ഇന്ന് രാത്രികാലം അവൻ ഒരു നിത്യത്തിലേക്ക് കടക്കണമെങ്കിൽ അവൻ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, തമ്പുരാന്റെ സ്നേഹം നിന്റെ അകത്ത് നൽകണം. ഹല്ലേലൂയ. இந்த വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. രണ്ട് ആമേൻ, ഹല്ലേലൂയ, വിഷയങ്ങളാണ് തമ്പുരാൻ ഇന്ന് രാത്രികാലം നമുക്ക് തന്നത്. ഹല്ലേലൂയ. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, യേശുവിനെ കൈക്കൊണ്ടതുപോലെ, യേശുവിനെ നമ്മൾ കൈക്കൊണ്ടതുപോലെ ഒട്ടും വിടവുകളില്ലാതെ, ഒട്ടും അകൽച്ചകളില്ലാതെ അവൻ യേശുവിനെ എങ്ങനെ നമ്മൾ കൈക്കൊണ്ടോ അതേപോലെ അവന്റെ കൂട്ടായ്മയും നമ്മൾ കൈക്കൊള്ളണം. പോരാ, അടുത്തത് പറയുന്നു, ഹല്ലേലൂയ. കൂട്ടായ്മയെ നമ്മൾ എങ്ങനെ കൈക്കൊണ്ടോ, കൂട്ടായ്മയെ നമ്മൾ എങ്ങനെ കാണുന്നു, കൂട്ടായ്മ നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു, അവൻ അതിൽ നിന്ന് ഒരു സകലം പോലും വിടവില്ലാതെ, ഒരു സകലം പോലും അകൽച്ചയില്ലാതെ, ഒരു സകലം പോലും ദൂരമില്ലാതെ, അടുത്തത് പറയുന്നു, അവനിൽ അടുത്ത പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിത്യജീവനായിട്ടോ അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വാക്യം വായിച്ചു നിർത്തുന്നു, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ ചെയ്യണം, പിറുപിറുപ്പുണ്ടാകരുത്. അവൻ നിങ്ങളെ കുറ്റം പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾ പിറുപിറുക്കരുത്, നിങ്ങളെ ചീത്ത പറഞ്ഞവരുടെ മുമ്പിൽ നിങ്ങൾ പിറുപിറുക്കരുത്. ആമീൻ. ഒന്ന് സ്നേഹിക്കുവാൻ, അവനെ ഓർത്തുനിന്ന് കരയുവാൻ, അവനെ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കുവാൻ ഇന്ന് രാത്രികാലം ആ മനസ്സ് നിന്റെ ഹൃദയത്തിനകത്ത് നമ്മൾ ഉണ്ടെങ്കിൽ ആമീൻ, ഇതൊക്കെ നൂറ് മേടിയായി ആമേൻ, നിന്റെ മേൽ ഹല്ലേലൂയ നിറഞ്ഞു വരാനിടയായി തീരുക. ആമേൻ, ഹല്ലേലൂയ. അവസാനം പറഞ്ഞ ആമേൻ ആ ഒരു കൂട്ടം വാക്ക് നിന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ നീ 100% തമ്പുരാൻ പറഞ്ഞ നിത്യനിരക്ക് ഇടയായി തീരുമല്ലോ. ഇന്ന് രാത്രികാലം ഞാൻ എന്റെ വാക്കുകൾ നമുക്ക് ഒരുമിച്ച് ദൈവങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ തന്ന ആ വാഗ്ദത്തത്തിലേക്ക് എനിക്ക്